എനിക്ക് ഒരു ദിവസവും കരയാത്ത ദിവസമില്ല. കണ്ടാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കാണാതിരുന്ന് കുറച്ച് നാള്. കാണാതിരുന്നപ്പോൾ എന്തിനാ പറയുന്നത്, അജ്മീർ പള്ളി വരെ ഞാൻ പോയി. പിന്നെ ഇങ്ങനൊന്നും ആകുമെന്നൊന്നും ഞാൻ കണ്ടില്ല. എന്നെ കളഞ്ഞൊക്കെ ഇങ്ങ് പോരുന്നു. അല്ല, നല്ല കുട്ടിയാ. സ്കൂളിൽ പോകാനോന്നെങ്കിൽ ചേച്ചിയുടെ ഫ്രാക്ക് ഇട്ട് കൊടുക്കണം. അന്നേരം എടുത്തിട്ട് കൊടുത്ത് അവരങ്ങ് കൊണ്ടുപോയി. എടുത്തിട്ട് കൊടുന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയപ്പോൾ അമ്പലത്തിന്റെ വാതൊക്കെ നിന്ന് മൂത്രം. അന്നേരം എല്ലാരും കൂടെ അയ്യോ ദാ ഇവിടെ ഒരു പെണ്ണ് ആണായിരുന്നു. ശരിക്കും പറയുന്നത് എൻജോയ് ഉണ്ടല്ലോ. ഇപ്പൊ സ്കൂൾ മീറ്റിംഗിന് പോകുമ്പോൾ പാരന്റ്സ് മീറ്റിംഗിൽ ഇരിക്കുന്ന പോലെ ഇപ്പൊ ഉള്ളത് വാ തുറന്നാ പിന്നെ കംപ്ലീറ്റ് ചരിത്രങ്ങൾ പറയും. പക്ഷെ എനിക്ക് ഇവർ രണ്ടുപേരും എൻ്റെ റോൾ മോഡലല്ല. ആ സ്ഥലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടെയൊക്കെ എന്നെ ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം അത്ര എൻ്റെ നെഞ്ചിനെ പിളർത്തിയ കുറേ കാര്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഞാൻ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചു എന്ന് തോന്നിയ ചില നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആരുടെ കയ്യിൽ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഇരിപ്പുണ്ട്, ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും മമ്മി ആൻമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു അമ്മയും മകളാണ്. രഞ്ജിമാരും സ്വന്തം തങ്കമ്മയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാൻ രണ്ടുപേരും നമ്മളെ കാത്തിരിക്കുകയാണ്. വായോ. ഹായ്, രഞ്ജി ചേച്ചി അടുക്കളയുണ്ട്. രണ്ടുപേര് തകൃതിയായിട്ടുള്ള പണിയിലാണെന്ന് തോന്നുന്നു. അമ്മ സുഖാണോ? സുഖ. എപ്പോഴും രഞ്ജുമേന്റെ ഇന്റർവ്യൂല് അമ്മേനെ കുറിച്ച് പറയാതിരിക്കില്ല. എപ്പോഴും അമ്മേനെ കുറിച്ചാണ് പറയാ. അപ്പൊ അന്ന് തൊട്ടേ നമുക്ക് ആഗ്രഹമുണ്ട് അമ്മേനെ ഒന്ന് കാണണമെന്ന്. എപ്പോഴും അമ്മേനെ കുറിച്ച് സംസാരിക്കാം. വഴക്ക, അതാണ് സത്യം. പക്ഷെ ഇന്റർവ്യൂല് നമ്മൾ നല്ലത് ദുബായിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഇഞ്ചിക്കറി വെക്കണേന്ന് പറഞ്ഞു. അപ്പൊ ആ കൂട്ടം ഇത്രയാണ് വെച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുപോയിട്ട് അവിടെ എന്നാ ചെയ്യാൻ പറഞ്ഞില്ല, പറയാത്തോണ്ടാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. അമ്മ വെക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇഞ്ചിക്കറിയാ. ബാക്കിയൊക്കെ ഞാൻ വെക്കുന്നത് നല്ലത്. അടിപൊളി. എനിക്ക് റെസിപ്പി പറഞ്ഞു തരണം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സത്യങ്ങളൊക്കെ പറയാനുണ്ട് അല്ലേ? സത്യം പറയും, ഇതിൽ ആരാ നല്ല കുക്ക്? നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആരാ? അമ്മയാണോ അത് രഞ്ജുമയാണോ? സത്യം പറഞ്ഞോ. അത് സത്യമാണോ അതോ മോളോടുള്ള സ്നേഹം കൊണ്ടാണോ? നല്ല കുക്ക് ചെയ്യുന്ന അറിയാം. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അമ്മയാണ്. നാടൻ ഫുഡൊക്കെ അതായത് ഇഞ്ചി, പുളിശ്ശേരി, അവിയല്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമ്മ ബെസ്റ്റ് ആണ്. ഞാൻ എന്താ ഫിഷ് കറി, അവിയല്, പിന്നെന്താ എന്റെ സ്പെഷ്യൽ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, ഫിഷ് കറി എല്ലാത്തിലും ഞാൻ നന്നായിട്ട് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ചെയ്താ? അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കിതാ. എനിക്ക് വേറെ കറികളൊന്നും വേണ്ട, എനിക്ക് ഇഞ്ചിക്കറി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ദുബായിക്ക് പോകാനായിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാ എനിക്ക് കൊണ്ടുപോരാ. 15 ദിവസത്തേക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോ 13-ാം തീയതി ഒക്കെ ഉണ്ടാക്കി കുറച്ച് പഴകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മതിയല്ലോ. എനിക്ക് ഞാൻ പളനിക്ക് ഇന്നലെ പോകാമായിരുന്നു. പ്ലാൻ ഇട്ടതാ. പറഞ്ഞെടുത്ത് ഇനി 18-നാണ് പോവാ. ടിക്കറ്റ് എടുക്കാൻ നിങ്ങളപ്പോ എന്റെ അടുക്ക പറയുന്നു അങ്ങോട്ടൊന്ന് വരണം, അവിടെ ദുബായിന്ന് ആരാണ്ടൊക്കെ വരുന്നു. ഞാൻ പറഞ്ഞു എന്നിട്ട് നാളെ ഞാൻ വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. പിന്നെ എന്റെ കൊച്ചു മോളെ ഭർത്താവിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഈ രഞ്ജുമ നന്നായിട്ട് കുക്ക് ചെയ്യല്ലോ. ഞങ്ങള് പിന്നെ ഇനി 18-ാം തീയതി പോണട്ടോ. നേരത്തെ പറയുന്നുണ്ട് കൊണ്ടുപോണെന്ന്. രഞ്ജുമ ഉണ്ടാക്കി തരുന്നതിൽ അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ഇഷ്ടമുള്ള ഫുഡ് ഏതാ രഞ്ജുമ ഉണ്ടാക്കുന്നതിൽ? ഞാനിവിടെ അങ്ങനെ ഫുഡൊന്നും വരത്തില്ല. അവിടെ കൊച്ചുനാളിലെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ കമ്പനിയിൽ പോയി വരുമ്പോ എല്ലാവർക്കൊക്കെ വെക്കും. എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും. ജോലിക്കൊക്കെ പോയേച്ച് വന്നു. ജോലിക്ക് എന്തുവാ പഠിത്തമൊക്കെ കഴിഞ്ഞ് അച്ഛന് സുഖമില്ലാതൊക്കെ വന്നൊരു കണ്ണ് നഷ്ടപ്പെട്ട് അപ്പോഴത്തേക്ക് ചൂടുകെട്ട കമ്പനിയിലൊക്കെ പോയേച്ച് വന്ന്
ഒത്തിരി സാധനങ്ങൾ മേടിച്ച് എല്ലാം ടിന്നിനകത്തൊക്കെ കൊണ്ടുവന്ന് നിറച്ച് വെക്കും, അരി ഇതൊക്കെ. ഞാൻ വന്ന് അതിൽ നിന്ന് എടുത്ത് പരിപാലിക്കും. വന്ന് നോക്കുമ്പോൾ ഇതിൽ നിന്ന് എന്തോ ഇതെല്ലാം തീർന്നല്ല. എനിക്ക് എപ്പോഴേ എനിക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. എല്ലാ സാധനങ്ങളും നിറഞ്ഞിരിക്കണം. നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എന്നാ നിറഞ്ഞിരിക്കണം. അതെനിക്കൊരു ഭയങ്കര ഇഷ്ടം. തന്നെ പോയി മേടിച്ച് അതിനകത്ത് നിറച്ചു വെക്കും. പണ്ട് ഇങ്ങനെ കുടുംബമൊക്കെ നോക്കാനും ഭയങ്കര എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു അല്ലേ? സന്തോഷമാണ് കേൾക്കുന്നത്. മോനായിട്ടിരുന്നപ്പോൾ എനിക്കൊരു മോളുണ്ടായിരുന്നു, എല്ലാത്തിലും മൂത്ത ഒരു മോള്. അന്നേരം ആ മോക്ക് മക്കളില്ലാത്ത ഒരു അമ്മയുണ്ട് എനിക്ക് മൂത്തയാ. അന്ന് മക്കളില്ല, ഇപ്പോൾ ഉണ്ട്. 13 വർഷം പ്രസവിക്കാതിരുന്ന പറ്റി. അന്നേരം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ കുഞ്ഞിന് മേടിച്ചുകൊണ്ട് വരും, കാണുന്നതൊക്കെ. അത് മേടിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ മുകളിലിടാൻ സമ്മതിക്കത്തില്ല. അത് ഇട്ടുകൊണ്ട് പോകും. സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ അതിട്ട് കൊടുക്കണം. കൊച്ചിന് ഭയങ്കര വാശിയുള്ള കുട്ടിയാണോ? നല്ല കുട്ടിയായിരുന്നോ? നല്ല കുട്ടിയാ. സ്കൂളിൽ പോകാണമെന്നെങ്കിൽ ചേച്ചിയുടെ പ്രാക്ക് ഇട്ട് കൊടുക്കണം. അന്നേരം അല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അന്ന് പോകത്തില്ല. നേരത്തെ സ്കൂളിലാക്കി 2.5 വയസ്സോ 3 വയസ്സൊക്കെ എന്താ പറയാ, സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് വാശിയായി. അവിടെ ഒരു മാനേജ്മെന്റ് സ്കൂളുണ്ട്, അവിടെ ആളില്ല, കൊച്ചുങ്ങളില്ല. അപ്പോഴ് ഞങ്ങളെ വീട്ടിലെ കൊച്ചുങ്ങളെ എല്ലാത്തിനെയും പിടിച്ച് അവിടെ കൊണ്ടിരുത്തും. 1 വയസ്സുള്ളതിനെയും 2 വയസ്സുള്ളതിനെയും മൂത്തത് എണ്ണം തയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിരുത്തും. ഞാനും പോയി കുഞ്ഞിലെ. ഈ കുസൃതി കൊച്ചാണോ? പണ്ട് ഇപ്പൊ കൊച്ചിലുള്ള കാര്യം അമ്മമാരൊക്കെ ഓർക്കില്ലോ. ശരിക്കും പറയുന്നത് എൻജോയ് ഉണ്ടല്ലോ. ഇപ്പൊ സ്കൂൾ മീറ്റിങ്ങിന് പോകുമ്പോൾ പാരന്റ്സ് മീറ്റിംഗിൽ ഇരിക്കുന്ന പോലെ ഇപ്പൊ ഉള്ളത്. കാരണം നമ്മൾ എപ്പോഴും കാണുന്ന ഇന്റർവ്യൂവിൽ പോലെയല്ല. അവളെ ഞങ്ങളെ പരിസരത്തുള്ള അവളെ കൂടെയുള്ള സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കാനും കണ്ണെഴുതാനും പൊട്ടുകൂടാനും ഒരാങ്കൊച്ചുങ്ങളുമായിട്ടൊരു കൂട്ടില്ല. പെൺപിള്ളാര് അപ്പോഴങ്ങനെ. അന്നേരം ഈ എൻ്റെ മോളെ ഒരു പ്രാക്കും എടുത്തിട്ട് ഞങ്ങൾ അമ്പലം ഭയങ്കര കേഴുകെട്ട് അമ്പലം, പിന്നെ പേരൂക്കാവെന്ന് പറഞ്ഞു. അന്നേരം അവിടെ എല്ലാരും പോകാൻ ഒരുങ്ങി, പിന്നെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തോണ്ട് വന്നപ്പം വേണ്ട, ചേച്ചിയുടെ മതി. അന്നേരം എടുത്തിട്ട് കൊടുത്ത് അവരങ്ങ് കൊണ്ടുപോയി. എടുത്തിട്ട് കൊടുന്ന് പറഞ്ഞു. അവര് കൊണ്ടുപോയപ്പോ അമ്പലത്തിന്റെ വാതൊക്കെ നിന്ന് മൂത്രം. അന്നേരം എല്ലാരും കൂടെ അയ്യോ ഇവിടെ ഒരു പെണ്ണ് ആണായെന്ന്. അല്ല, അന്ന് ഇങ്ങനെ ഈ രീതിയാ. പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ശബ്ദത്തിന് മാറ്റം വന്നു. പിന്നെ ഇങ്ങനൊന്നും ആകുമെന്നൊന്നും ഞാൻ കണ്ടില്ല. എന്നെ കളഞ്ഞൊക്കെ ഇനി പോരുന്നു. അതൊരു കാലഘട്ടം, അതൊരു കഥയാണ്. അവിടെ ഈ രാജ്യം കാണാത്ത രാജ്യമല്ല ഞാൻ കണ്ടത്. എവിടെ ഉണ്ടെന്ന് അറിയുന്നില്ല, വിളിക്കുന്നില്ല, പറയുന്നില്ല. വിളിക്കുകയും പറയുകയും ചെയ്ത് പത്തനംതിട്ടയിലൊരു സ്കൂളില് നിൽക്കുകയായിരുന്നു. അങ്ങനെ കാണാത്തത് കൊണ്ട് ഞാൻ ഈ ലോകം മുഴുക്ക പ്രാർത്ഥിക്കാൻ നടന്ന അവരെയൊക്കെ ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കിയ വിളിക്കാൻ നടന്നവരെയൊക്കെ. അങ്ങനെ നടന്ന് വിളിച്ചും കൂവി നിലവിളിച്ചും എന്തിനാ വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഉദ്ദേശം നിങ്ങളുടെ? എനിക്കൊരു അമ്മ ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് പറയാ. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാര് ഇപ്പൊ മനസ്സിലായി. രഞ്ജുമ്മയുടെ കറക്റ്റ് ഒരു പ്രോ വേർഷൻ ആണ് അമ്മ. വാ തുറന്നാ പിന്നെ കംപ്ലീറ്റ് ചരിത്രങ്ങൾ പറയും. അല്ല, ഇത് നിങ്ങളെ അറിയണ്ടെന്നാ. ഇത് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെയൊക്കെ വന്ന് പിന്നെ ഒരു ദിവസം വിളിച്ചപ്പം അന്ന് 2-3 മാസത്തേക്ക് എന്നെ വിളിക്കരുത്, ഞാൻ എങ്ങാണ്ടാ പോവുകയെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് എവിടെടുത്തും ജോലിക്കൊക്കെ പോയേക്കായിരിക്കുമെന്ന്. ഇങ്ങനാന്ന് നമ്മൾ അറിയുന്നില്ല. പിന്നെ പക്ഷെ ഒരു പ്രൗഡ് മകളല്ലേ എപ്പോഴും. അമ്മ ഇപ്പൊ മകളെ കുറിച്ചാണെങ്കിലും മരിച്ചു. എനിക്കൊരു മോളുള്ളത് മരിച്ചു. പക്ഷെ അവർക്കൊക്കെ ഇപ്പൊ അമ്മയായിട്ട് മാറിയിരിക്കുന്നത് രഞ്ജുമ്മയാണ്. മക്കൾക്കൊക്കെ അമ്മ തന്നെയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ 2 അമ്മമാരാണ്. രഞ്ജുമ്മയും പലർക്കും അമ്മമാരാണ്. ഈ പറയുന്നത് നമുക്ക് തങ്കമ്മയും. ഇപ്പൊ എപ്പോഴും അമ്മ എന്ന് പറയുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ എപ്പോഴും. നമുക്കത് ഇപ്പൊ പെൺകുട്ടി ചെറുപ്പം മുതലേ ഒരു മാതൃത്വം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു കൊച്ചുകുട്ടീനെ കാണുമ്പോഴൊക്കെ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സ്ത്രീ ചേച്ചിയുണ്ട്, അതുപോലെ അമ്മയുണ്ട്. ആദ്യം എടുത്തൊരു കാര്യം എന്താ? എന്നിലൊരു സ്ത്രീ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് അമ്മയിൽ നിന്ന് എടുത്തൊരു കാര്യം എന്തായിരിക്കും? ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ത്രീ എൻ്റെ അമ്മയാണ്.
പിന്നെ ഞാൻ കാണുന്ന സ്ത്രീ എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് ഇവരിൽ നിന്ന് പകർന്നു കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇവരിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന അതാണ്. പക്ഷെ എനിക്ക് ഇവർ രണ്ടുപേരും എൻ്റെ റോൾ മോഡലല്ല. ഒരിക്കലും എനിക്ക് റോൾ മോഡൽ ആക്കാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അമ്മ ഭയങ്കര സഹനശക്തിയുള്ള ആളാണ്, ചേച്ചി അതുപോലെ തന്നെ സഹനശക്തിയുള്ള ആളാണ്. അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ കണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരെ മാതൃകയാക്കിയാൽ ഞാനും ആ ഒരു വഴി തന്നെ പോകേണ്ടി വരും. എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒതുങ്ങി ജീവിക്കുക എന്നുള്ളത് പക്ക കുലസ്ത്രീ. അതാണ് ഭർത്താവിനെ കണ്ട ദൈവം. അങ്ങനെ ഇപ്പൊ രാവിലെ വിളക്ക് കത്തിക്കുക. ഞാനും അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് ആ സമയത്ത് വെളുപ്പിന്, പ്രത്യേകിച്ച് വൃശ്ചിക ധനുമാസത്തിലൊക്കെ ഭയങ്കര തണുപ്പാണ് ഞങ്ങളുടെ നാട്ടില്. അപ്പൊ ആ സമയത്ത് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കണം. അപ്പൊ വിളക്ക് കത്തിക്കണം, പിന്നെ മുറ്റമൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് അമ്മയുടെയൊക്കെ ഒരു കാലഘട്ടം, ലോകം എന്ന് പറയുന്നത്. പിന്നെന്താ പറയാ, അച്ഛനെ നന്നായിട്ട് നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും സൊസൈറ്റിക്ക് പറ്റുന്ന എന്തെങ്കിലും, ആവശ്യമുള്ളത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷെ ഇവര് അങ്ങനെ, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങ് റോൾ മോഡലാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് മനസ്സിന്റെ ഉള്ളിൽ എന്നും ഞാൻ ഇങ്ങനെ സൂക്ഷിക്കുന്ന എൻ്റെ ഒരു സ്ത്രീത്വം, അത് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. എന്നിലുള്ള സ്ത്രീത്വം എന്താണോ അതെല്ലാം എൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. ഇപ്പോഴും അമ്മേനെ കുറിച്ച് എപ്പോഴും പറഞ്ഞു നടക്കാറുണ്ടല്ലോ. അപ്പൊ ഏറ്റവും സന്തോഷം തോന്നിയ, അഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടോ അമ്മക്ക്? അഭിമാനം തോന്നുന്ന കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളു ഈ ലോകത്ത്. എവിടെ ചെന്ന് ചോദിച്ചിരുന്നാലും അമ്മയും കുഞ്ഞമ്മയും അറിയാം എല്ലാവർക്കും. പാർട്ടി പ്രവർത്തകരായിരുന്നു, പണ്ടത്തെ പാർട്ടി പ്രവർത്തകരായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രൗഡ് മൂമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളുള്ള ഒരു നാടായിരുന്നു എൻ്റെത്. പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സ്ത്രൈണത എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്നും വീട്ടിൽ വന്ന് പറയത്തൊന്നുമില്ല. ഞാനിതെല്ലാം പൊരുതും. ഞാൻ വീട്ടിൽ വന്നത് എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ പരാതി പറയില്ല. കാരണം എനിക്ക് പറയേണ്ട അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പോരും. എന്താണ് ചെയ്യേണ്ടതുള്ളത് ഞാൻ ചെയ്തിട്ട് പോരും. അതായിരുന്നു എൻ്റെ പ്രകൃതി. പക്ഷെ എന്നാലും കുറേയൊക്കെ ഉപദ്രവങ്ങളും കളിയാക്കലുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ കൊല്ലത്ത് ഡോറ ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന സ്ഥാപനം ഇരിക്കുന്ന സ്ഥലം, ആ സ്ഥലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവിടെയൊക്കെ എന്നെ ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട് ആ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ, സമൂഹദ്രോഹികൾ ഇരിക്കുന്ന ഒരിടം പോലെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു സ്ഥലത്ത് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങി ആ പബ്ലിക്കിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ അമ്മേനെ സ്റ്റേജിൽ പിടിച്ച് കയറ്റി എനിക്ക് അവിടെ നിർത്തി. എനിക്ക് ആ ഉദ്ഘാടന കർമ്മം അത്രയും ഗംഭീരമായിട്ട് അവിടെ മമതാ മോഹൻദാസ് വന്നതോ മറ്റ് ആർട്ടിസ്റ്റുകളോ വന്നതോ എന്നതിനേക്കാളൊക്കെ ഉപരി എനിക്ക് എൻ്റെ അമ്മേനെ ആ സ്റ്റേജിൽ പിടിച്ച് കയറ്റി ഇതെൻ്റെ സ്ഥാപനമാണെന്ന് കാണിക്കാൻ പറ്റി. അതെൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രൗഡ് മൂമെന്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ ഇന്ന് ആ നാട്ടിൽ ചെല്ലുമ്പം ഏത് പാതിരാത്രിക്ക് ചെന്നാലും നമ്മളെ എന്താ പറയാ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ, എന്ത് പറ്റി രഞ്ജുമ ഇവിടെ നിൽക്കുന്ന, എന്താ ബാ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ വണ്ടി നമ്മൾ കാറിനകത്ത് വന്ന് ഇറങ്ങിയാൽ പോലും അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കും സേഫായിട്ട്. അത്രയും പ്രൊട്ടക്ഷൻ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഒരു കൈ കൊണ്ട് തള്ളി വിട്ട് കളഞ്ഞാലും ഇന്ന് നമ്മളെ ആ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. രഞ്ജുമ വന്നിട്ട് പറയാണ്, അമ്മ എൻ്റെ ഉള്ളില് ഒരു പെൺകുട്ടിയാണ്. ഇത് ആദ്യം പറഞ്ഞപ്പോഴേ അമ്മയുടെ മനസ്സിൽ എന്താ ആദ്യം വന്നേ? അത് കുഞ്ഞിലേ കൊറേ കഴിഞ്ഞിട്ടൊരു ഇപ്പം കഴിഞ്ഞപ്പോ വീട് ഇന്ന് പോരുന്നില്ലയോ? ഞാനൊരു 10-20 വയസ്സൊക്കെ ഡിഗ്രി എല്ലാം പാസ്സായി കഴിഞ്ഞ് ഇനി ഇറങ്ങിയില്ലയോ? ഇറങ്ങി കഴിഞ്ഞപ്പം വരും വീട്ടിൽ. പക്ഷെ എനിക്ക് ഇങ്ങനെ പ്രതീക്ഷയില്ല. വരും പോകും വരികയും പോവുകയൊക്കെ ചെയ്യും. ശബ്ദത്തിന് മാറ്റം വന്ന്, ശബ്ദത്തിന് നല്ല മാറ്റം വന്നു. അന്നേരം അതിനിപ്പോ എന്തോ ഓരോരുത്തരായിട്ട് പല കഥകളും പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എന്താണെങ്കിലും
ഇപ്പം എന്തായിരുന്നാലും എനിക്ക് കണ്ടാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കാണാതിരുന്ന് കുറച്ച് നാള് കാണാതിരുന്നപ്പോൾ എന്തിനാ പറയുന്നത്, അജ്മീർ പള്ളി വരെ ഞാൻ പോയി. അജ്മീർ പിന്നെ ഈ രാജ്യത്ത് ഇനി സ്ഥലമില്ല, അവിടെ എല്ലാം പോയി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അതിലൊന്നും ഒരു മാറ്റവും ഒരു ദോഷവും വന്നില്ലല്ലേ. ഞാൻ ഈ പോകാത്ത പള്ളിയില്ല കൊല്ലത്ത്. ക്രിസ്ത്യൻ പള്ളിയിൽ എല്ലാം ഞാൻ രാവിലെയും പകലും അവിടെ തന്നെ ആയിരുന്നു. ഇവിടെ വന്നിട്ടും അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ എല്ലാ സ്ഥലത്തും പള്ളിയിലും അമ്പലങ്ങളിലും എല്ലാം പോയി പ്രാർത്ഥിക്കുന്നേ, എൻ്റെ മക്കളെ നേരെ കൊണ്ടുവരണേ, ഒരു പോകാ വഴിയാകരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതെല്ലാം ഫലത്തിൽ വന്ന് എനിക്ക് ഇന്ന് എനിക്ക് ഫലത്തിൽ വന്ന് നാളെ കാര്യം ദൈവത്തിൻ്റെ. ഈ കുറച്ച് ബ്രേക്ക് എടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ഒരു സ്ത്രീ എന്ന രീതിയിലായിരിക്കില്ല തിരിച്ചു വരുന്നത്. അപ്പൊ അമ്മ അത് കാണുമ്പോ എന്തായിരുന്നു? അമ്മയ്ക്ക് റിയാക്ഷൻ ഒന്നുമില്ല. അമ്മ ഇങ്ങനെ നോക്കുമായിരുന്നു, ആസ്വദിക്കായിരുന്നു എന്റെ മകളെ. ആസ്വദിക്കുവാണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്റെ നാട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം. എന്റെ കൂടെ കുഞ്ഞു എന്റെ ആഗ്രഹം ഞാൻ പറയുകയാണെങ്കിൽ അവളെ ഇഷ്ടമല്ലേ അതേപോലെ ആകട്ടെ എന്ന്. ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്ന മോള് മരിച്ചു പോയി, പിന്നെ എനിക്കൊരു മോളായി, ഇനി ഒരു മോനും കൂടെ ഉണ്ട്. ഈ അമ്മ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്താലും നമ്മുടെ കൂടുതൽ കുടുംബം നമ്മുടെ അമ്മ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പരം വേറൊന്നുമില്ല. ഇപ്പൊ ഈ മകനേന്ന് വിളിച്ചെടുക്കുന്ന മകളേന്ന് വിളിക്കുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷം തരുന്നതായിരിക്കില്ലേ? ആദ്യത്തെ ആ വിളി മാറിയപ്പോഴൊരു പൊതുവെ ഇപ്പൊ എനിക്ക് മാത്രമല്ല, ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ കൺവേർട്ട് ആയിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ആ മകളെ എന്നുള്ള വിളി കേൾക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇപ്പൊ ഓരോരുത്തർ എന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോ അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കുമ്പം എന്നിലുള്ള ആ ഒരു സ്ത്രീ പൂർണ്ണമായി എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വരുന്നത്. അതിപ്പോ എനിക്ക് മാത്രമല്ല, ഇവനിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ എത്ര വളർന്നാലും നമ്മളിപ്പം കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു സക്സസ് ലൈഫിൽ എത്തിയാലും ചില മെമ്മറീസ് എപ്പോഴും നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ മൊമെന്റ്സ് ആയിരിക്കും നമ്മൾ അത്രയും ഹേർട്ട് ചെയ്യാറുണ്ട്. കുട്ടിക്കാലത്ത് ഏറ്റവും വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇന്നും അത് എപ്പോഴെങ്കിലും അമ്മയോട് ഷെയർ ചെയ്ത് ഇത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും ഓർക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു? അങ്ങനെ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഷെയർ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. കാരണം അത്ര എൻ്റെ നെഞ്ചിനെ പിളർത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഞാൻ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചു എന്ന് തോന്നിയ ചില നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ മൈ സർജറിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തവരുടെ വായിൽ നിന്നാണ് എനിക്കത് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ അത് മായ്ച്ചു ഞാൻ. കാരണം അത്തരം ഓർമ്മകളാണ് എന്നെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ അത് ഞാൻ എപ്പോഴും ആ പറഞ്ഞ രീതികൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എക്കോ പോലെ കേട്ടോണ്ടിരിക്കും ഇപ്പോഴും. അപ്പൊ അതെനിക്കൊരു പുതിയൊരു എനർജിയാണ് തരുന്നത്, എനിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു എനർജിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സ്ട്രഗിൾ കാണുന്നുണ്ടല്ലോ അമ്മ ഒരുപാട്. രഞ്ജിമ ഇപ്പം ഹാപ്പിയായിട്ട് പറയെങ്കിലും സ്ട്രഗിൾ ചെയ്ത ഒരു മൊമെന്റ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവും കൃത്യമായിട്ടും. ആ സമയത്ത് അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം കുടുംബത്തിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടാത്ത ആളുകൾ ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ചിലരിപ്പോ 2025 ആണെങ്കിൽ ഒരു സപ്പോർട്ടും ഒന്നും കുഴപ്പം വന്നില്ല. അവിടെ എപ്പോഴും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് പ്രാർത്ഥനയും കരച്ചിലും. എനിക്ക് ഒരു ദിവസവും കരയാത്ത ദിവസമില്ല. എൻ്റെ അടുക്ക മാത്രം അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നെന്നാ എൻ്റെ ഓർമ്മ. അങ്ങനെ വരുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടികളത്ത് SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഇഷ്ടികളത്ത് ജോലിക്ക് പോകുന്നു, പിന്നെ തടിമില്ല് ജോലിക്ക് പോകുന്നു, കൊല്ലത്തൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തോ കിടന്ന് അടിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു സത്യത്തെ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു നിർവാഹവും ഇല്ല. കൊല്ലത്ത് എൻ്റെ നാട്ടിൽ അത് ഒരിക്കലും പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് എന്താ പറയാ, ഡോക്ടർ കൽപ്പിച്ചതും പാല് അല്ല, വൈദ്യം കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ എനിക്ക് എറണാകുളത്തേക്ക് ഒരു ചാൻസ് കിട്ടുന്നു. ഞാൻ എന്തോ ഇവിടെ വന്ന് പെട്ടതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ട് ചേഞ്ചിന് പോകുമ്പോഴാണ് കംപ്ലീറ്റ്ലി കാര്യങ്ങളെല്ലാം അവരും അറിയുന്നത്. പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. എനിക്ക് ഫീമെയിൽ പാസ്പോർട്ട് വേണമല്ലോ.
അപ്പൊ അങ്ങനെ ഫീമെയിൽ പാസ്പോർട്ടിന് പോയപ്പോഴത്തേക്ക് കുറേ കോംപ്ലിക്കേഷൻസുകൾ വന്നു. ഞാൻ എറണാകുളത്താണ് താമസം, കൊല്ലത്തല്ല, അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പക്ഷെ എന്തോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടെല്ലാം എനിക്ക് പടപട കാര്യങ്ങളെല്ലാം സാധിച്ച് പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നവരാണെന്നുണ്ടെങ്കിലും പോലീസുകാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് അപ്പോഴാണ് കംപ്ലീറ്റ്ലി ഞങ്ങളുടെ നാട്ട് മുഴുവൻ അറിഞ്ഞത് ഞാനിങ്ങനെ കൺവേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആളുകൾ കുറച്ചും കൂടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഇങ്ങനെ വന്നിട്ട് അത്ഭുതത്തോടു കൂടി നോക്കും. അപ്പൊ അവർക്ക് പിടികിട്ടുന്നില്ല എന്റെ പഴയ ആ ഒരു പഴയ രൂപം, ആ പഴയ ഭാവം അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും കിട്ടുന്നില്ല. എങ്ങനെയാ ഞാൻ ഇരുന്നത്, ഒരു ഫോട്ടോ പോലും ഇല്ല. ആരുടെ കയ്യിലും എന്റെ ഒരു പഴയ ഫോട്ടോ ഇരിപ്പുണ്ട്, ഇപ്പൊ സൂക്ഷിച്ചിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഓർത്തിപ്പോ എന്റെ കൂടെ കളിച്ച് നടന്ന ഷീല, പിന്നെ മോളി, പത്തുണ്ട, ഇതെല്ലാം എന്റെ ബന്ധുക്കളാണ്, ചെറിയമ്മയുടെ മക്കളാണ്. അപ്പൊ ഇവർക്ക് ആർക്കും എന്റെ പഴയ ആ രൂപം ഞാൻ എങ്ങനെ ഇരുന്നു എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നല്ല മുടി വന്നു, അങ്ങനെ ഒരു ഭയങ്കര വ്യത്യാസം. ഞാൻ പിന്നെ മുടി മുറിച്ചതാണ്, കുറെ മുറിച്ചതാണ്. അപ്പൊ അങ്ങനെ മുടിയൊക്കെ വളർന്നപ്പോ എല്ലാരും വന്നിട്ട് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ പിടിച്ചു നോക്കും, ഇത് എന്ത് മുടിയായത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു സന്തോഷം. അമ്മയ്ക്ക് കുഞ്ഞമ്മയുണ്ട്, ശാരദ കുഞ്ഞമ്മ എന്ന് പറഞ്ഞില്ല. കുഞ്ഞമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ ചിലപ്പോ ചെല്ലുന്നുണ്ട്, അന്ന് കുഞ്ഞമ്മ വരില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ്.